കായംകുളം ഓണാട്ടുകര പൈതൃക പഠന സമിതിയുടെ ആഭിമുഖ്യത്തിൽ ലോക പൈതൃക ദിനാഘോഷം കൃഷ്ണപുരം കൊട്ടാരത്തിൽ സംഘടിപ്പിച്ചു. എഴുത്തുകാരനും കവിയുമായ ഡോക്ടർ ചേരാവള്ളി ശശി ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. കായംകുളം ഓണാട്ടുകര പൈതൃക പഠന സമിതിയുടെ ആഭിമുഖ്യത്തിൽ ലോക പൈതൃക ദിനാഘോഷം കൃഷ്ണപുരം കൊട്ടാരത്തിൽ സംഘടിപ്പിച്ചു. ഏപ്രിൽ 18-നാണ് അന്തർദേശീയ ലോക പൈതൃക ദിനം ആചരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഓണാട്ടുകരയുടെയും ഓടനാടിൻ്റെയും പൈതൃകവും സംസ്കൃതിയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പ്രശസ്ത എഴുത്തുകാരനും കവിയുമായ ഡോക്ടർ ചേരാവള്ളി ശശി ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. നമ്മൾ വാസ്തവത്തിൽ നിൽക്കുന്നത് വലിയൊരു ചരിത്ര ഭൂമിയിലാണ്. 1250 വർഷത്തിന് മുമ്പ് കായംകുളത്തിൻ്റെ തലസ്ഥാനം എന്ന് അക്ഷരാർത്ഥത്തിൽ വിശേഷിപ്പിക്കാവുന്ന കൃഷ്ണപുരം കൊട്ടാരത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു സമയത്ത് ആധുനിക തിരുവിതാംകൂറിൻ്റെ സംയോജകൻ എന്നൊക്കെ പറയാവുന്ന മാർത്താണ്ഡവർമ്മ മഹാരാജാവും അതുപോലെ ദളവയായിരുന്ന രാമയ്യൻ ദളവയും അയ്യപ്പൻ മാർത്താണ്ഡം പിള്ള എന്ന ദളവയും ഒക്കെ സംഗമിച്ച അവരൊക്കെ വാസ്തുതയിൽ അവരുടെയൊക്കെ പാദസ്പർശം പതിഞ്ഞ ഓടനാട് എന്ന പേരിലായിരുന്നു പണ്ട് അറിയപ്പെട്ടിരുന്നത്. ഈ സ്ഥലം അറിയപ്പെട്ടിരുന്നത്. അത് ഓടനാട് നമ്മൾ പൊതുവെ പറയും കാർത്തികപ്പള്ളിയും കരുനാഗപ്പള്ളിയും മാവേലിക്കരയും ഒക്കെ ചേർന്ന താലൂക്കുകൾ ചേർന്ന സ്ഥലമാണ് ഓടനാട് എന്ന് പറയാമെങ്കിലും ഓടനാടിനെ കൂടുതൽ സൂക്ഷ്മമായിട്ട് വിശകലനം ചെയ്യുമ്പോൾ അത് കായംകുളത്തിന് മാത്രം ലഭിച്ച ഒരു പര്യായമായിട്ടാണ് പറയുന്നത്. ഓണാട്ടുകര പൈതൃക പഠന സമിതി കൺവീനർ അഡ്വക്കേറ്റ് ഒ ഹാരിസ് അധ്യക്ഷനായി. പക്ഷി നിരീക്ഷകനും പരിസ്ഥിതി സംരക്ഷകനുമായ സി റഹീം, ഹരികുമാർ കൊട്ടാരം, സുരേഷ് കുമാർ ഓലകെട്ടിയമ്പലം, സാഹിത്യകാരൻ പ്രേംജിത്ത് കായംകുളം, കവയിത്രി മായ വാസുദേവ്, പത്യൂർ ശ്രീകുമാർ, ഡോക്ടർ ശിശുപാലൻ, അനീമങ്ക്, മോഹനൻ പിള്ള, പ്രഭാഷ് എരുവ, മക്ബുൽ മുട്ടാണിശ്ശേരിൽ, സജീർ കുന്നുകണ്ടം, ഉദയകുമാർ ചേരാവള്ളി, മോഹനൻ പിള്ള, NR അജയകുമാർ, അരുൺ പുല്ലുകുളങ്ങര തുടങ്ങിയവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.